എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു കാര്യമാണ്, അത് പക്ഷേ എല്ലാ UK എത്തിയിട്ടുള്ള ഒട്ടുമിക്ക ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. മറ്റൊന്നുമല്ല, നമ്മുടെ NHS സ്റ്റാഫ് കട്ട് വരാൻ പോവാണ്. അങ്ങനെ നമ്മളിപ്പോ പുതിയ പുതിയ നിയമങ്ങൾ ഒത്തിരി ഇവിടെ അമെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം അനുസരിച്ച് നിയമങ്ങൾ മാറുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ 22-ാം തീയതി മുതൽ അത്യാവശ്യം നല്ല കുറെ മോഡിഫിക്കേഷനുള്ള നിയമങ്ങളാണ് മാറാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ മാറാൻ പോകുന്നതിന്റെ അകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് NHS നേഴ്സുമാർക്കും NHS നേഴ്സുമാരുടെ ഡിപ്പെൻഡന്റുമാരായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവർക്കും സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ ഇവിടെ പല വിധത്തിലുള്ള NHS റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള NHS റിലേറ്റഡ് ജോലികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും ഈ സ്റ്റാഫ് കട്ടിന്റെ അകത്ത് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് നിവേദനങ്ങൾ നൽകാം, പെറ്റീഷനുകൾ നൽകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ദെൻ, അപ്പൊ നമുക്ക് തുടങ്ങാം. അത്യാവശ്യം മഴയുള്ള ഒരു ദിവസം കേട്ടോ. കുറെ ദിവസത്തെ ചൂടുകൾക്ക് ശേഷം, ചൂടേറിയ ദിവസങ്ങൾക്ക് ശേഷം മഴയുള്ള ഒരു ദിവസമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, എങ്ങനെ നമുക്ക് ഈ യൂറോപ്പിൽ ഒരു നിവേദനം നൽകാം. നിവേദനം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭരിക്കുന്ന സർക്കാരിനെ നമുക്കുടെ കൺസേൺ, നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്കുള്ള ആവലാതി അറിയിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ഈ നിവേദനങ്ങൾ നൽകാനായിട്ട് നമുക്ക് പെറ്റീഷൻ ഉണ്ട്. ഓൺലൈൻ പെറ്റീഷനുകൾ നമുക്ക് സർക്കാരിലേക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് പെറ്റീഷനുകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഓഫ് UK സൈറ്റിൽ പോയിട്ട് പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ട്. ആ പേജിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വെച്ചിട്ട്, അത് UK സിറ്റിസണോ അല്ലെങ്കിൽ UK റെസിഡന്റ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാം. എനിക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ നേറ്റീവായിട്ട് ജനിച്ചു വളർന്നവർക്കും ചെയ്യാം. അപ്പോൾ UK സിറ്റിസൺ ഓർ UK റെസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 185 ദിവസത്തിൽ കൂടുതൽ UK റെസിഡന്റ് ചെയ്യുന്ന എല്ലാവരും UK റെസിഡന്റ് എന്ന് അറിയപ്പെടുന്ന, അവർക്ക് വോട്ടൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് സിബി ഇതിന് മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ ഒരാൾ മുന്നിട്ടിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഈ നിവേദനം കൊടുക്കാം. അപ്പോൾ ഈ നിവേദനം നമ്മൾ ചുമ്മാ ഓൺലൈനിൽ കയറിയിട്ട് ചുമ്മാ അങ്ങ് ചെയ്തു അപ്പം തന്നെ അതിനുള്ള വോട്ടിംഗ് ലിങ്ക് കിട്ടുമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ നിവേദനം സെറ്റ് ചെയ്ത് നമുക്കുടെ എന്തൊക്കെയാണ് നമുക്കുള്ള ആവലാതി എന്നുള്ളത് നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാർലമെന്റിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിനെ റിവ്യൂ ചെയ്യും. ആ റിവ്യൂ ചെയ്ത് അവർക്കത് ശരി എന്ന്, ഈ ഒരു നിവേദനം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ റിവ്യൂ ചെയ്തിട്ട് ഏകദേശം 2 മാസത്തോളം എടുക്കും ഇത് പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു പെറ്റീഷനെ കുറിച്ചിട്ടും കൂടി ഈ ഒരു വീഡിയോയിൽ പറയണമെന്നുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഈ NHS ജോലി സ്റ്റാഫ് കട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പൊ ഞങ്ങളുടെ വാർഡില്, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ വാർഡില് ഒരു ഡോക്ടറെ പിരിച്ചു വിട്ടതെന്ന് പറഞ്ഞാൽ 7 ദിവസം മുമ്പ് ഒരു മെയിൽ വരുമായിരുന്നു. വേറെ ഒന്നുമില്ല അദ്ദേഹത്തിനോട്. അദ്ദേഹം പക്ഷേ യൂറോപ്യൻ സിറ്റിസൺ ആണ്. അതുകൊണ്ട് പുള്ളിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി പോയി വേറെ ഹോസ്പിറ്റലിൽ ജോലിക്കും കയറിയിട്ടുണ്ടാവും. പക്ഷെ ഈ പെയ്ഡ് ആയിട്ട് വിസയ്ക്ക് പൈസ കൊടുത്ത്, പെയ്ഡ് വിസ എന്ന് പറയും, ഈ NHS പല ജോലിക്കാർക്കും പെയ്ഡ് വിസ ആയിട്ട് പൈസ കൊടുത്ത് വിസ എടുക്കുന്ന NHS ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ പെയ്ഡ് വിസ നൽകി പൈസ കൊടുത്ത് വിസ എടുത്തിട്ടുള്ള NHS ആളുകളെയൊക്കെ, NHS ജോലിക്കാരെ സ്റ്റാഫ് കട്ടിന്റെ അകത്ത് അവരുടെ ജോലി പോയി കഴിഞ്ഞാൽ അവരുടെ വിസയും പോകും. കുറെ വർഷങ്ങളൊക്കെ ആയിട്ടുള്ളവരായിരിക്കും ഒരു പക്ഷേ, ഈ സ്വന്തമായിട്ട് ILR ഒക്കെ കിട്ടാത്തവരായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ ചേർന്നിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നിവേദനം നമ്മുടെ ഒരു സുഹൃത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിവേദനത്തില് പുള്ളിക്കാരന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ പെയ്ഡ് വിസ എടുത്തിട്ടുള്ളവർക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ വേറെ ഏതെങ്കിലും പൊസിഷനുകളിലേക്ക് ജോബ് കൊടുക്കുകയോ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു പെയ്ഡ് NHS വിസ ഹോൾഡർ ആണ് അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസ ഹോൾഡർ ആണ്, നിങ്ങളുടെ ജോബ് കട്ടില് ഇതിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് എന്തായാലും ഇതിൽ പ്രൊവൈഡ് ചെയ്യാം. ആ ലിങ്കിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ അയച്ചു തരാം. കാരണം ഇതൊരു കോമൺ പെറ്റീഷനാണ്. ഈ പെറ്റീഷനുകളെ സർക്കാർ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഈ ജനങ്ങളുടെ അഭിപ്രായത്തിനെ മാനിക്കണം എന്നുള്ളൊരു പോളിസിയാണ് ഇവിടുത്തെ ഗവൺമെന്റിന്. പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെക്കണമെങ്കിൽ 2-3 ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്താൽ മാത്രമേ, അല്ലാണ്ട് നമ്മൾ വരുന്ന എല്ലാ നിവേദനങ്ങളെയും പാർലമെന്റിൽ ചർച്ച ചെയ്യൊന്നുമില്ല. ഇപ്പൊ ഈ ILR 5 ഇയർ
5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലോട്ട് ആക്കുന്നതിനെതിരെ ഇവിടെ ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പെറ്റീഷനൊക്കെ ഒത്തിരി പേര് ഒപ്പിട്ടിട്ട് അതിപ്പോൾ 1 ലക്ഷം സിഗ്നേച്ചറുകൾ 1 ലക്ഷം പരാതി ഉള്ള ഈ ഒരു പരാതിയെ 1 ലക്ഷം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർലമെന്റ് എന്തായാലും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ 10,000 ആളുകളെങ്കിലും ഒരു പെറ്റീഷനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് അതിനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു പരാതിയുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പാലാരിവട്ടം പാലം പൊളിഞ്ഞടി. ആ പാലാരിവട്ടം പാലത്തെ കുറിച്ച് നമുക്ക് ഒരു 10,000 പേർക്ക് പരാതി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത് സർക്കാർ എന്തായാലും അതിന് റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ തന്നെ 1 ലക്ഷം പേര് സെയിം പരാതി ഇപ്പൊ കാലടിപ്പാലത്തിന്റെ ബ്ലോക്കിനെ കുറിച്ചിട്ടായിരുന്നു പ്രശ്നമെങ്കിൽ എയർപോർട്ടിൽ പോകണം എല്ലാവരും പരാതി കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു 1 ലക്ഷം പരാതികൾ ഉണ്ടെങ്കിൽ 1 ലക്ഷം പേര് ഈ പെറ്റീഷൻ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, മാസ് പെറ്റീഷനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യണം. പാർലമെന്റിലാട്ടോ ചർച്ച ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഇവിടുത്തെ പോലെ കുഞ്ഞു സ്ഥലത്ത് പഞ്ചായത്ത് വില്ലേജ് മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്നാ പറയണേ ആ ഒരു ഏരിയയിലുള്ള കുറച്ച് വ്യവസായ പ്രമുഖരെയും കുറച്ച് കടക്കാരെയും വിളിച്ചിട്ടുള്ള എന്നാ പറയുക വ്യാപാരി വ്യവസായികളെ വെച്ചിട്ടൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. പാർലമെന്റിലാണ് ചർച്ച ചെയ്യുന്നത്. പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ എക്സ് സൈഡും വൈ സൈഡും 2 സൈഡിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യും. ആ ഡിബേറ്റിന്റെ അകത്ത് കൂടുതലായിട്ട് വോട്ട് കിട്ടുന്നവരെ നിയമം പാസ്സാക്കി അത് കറക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ 5 ഇയർ ILR ഒക്കെ അങ്ങനെ ഇപ്പോൾ ഡിബേറ്റ് നടക്കുന്നുണ്ട്. കാരണം 5 ഇയർ ILR 10 ഇയറിലോട്ട് മാറ്റുമ്പോൾ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പലരും ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ വന്നത് ഇങ്ങോട്ടേക്ക്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, എല്ലാ രാജ്യത്തുനിന്നും ഇങ്ങോട്ടേക്ക് കുടിയേറ്റമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാവരും ഇതിൽ സൈൻ ചെയ്യും. ബിക്കോസ് നമ്മളിത് മലയാളത്തിലൊന്നും അല്ലല്ലോ ഡ്രാഫ്റ്റ് ചെയ്ത് വിടുന്നത്. ഇവിടുത്തെ ഭരണഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം മറ്റൊന്നല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിവേദനം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. NHSന്റെ പെയ്ഡ് വിസ ഹോൾഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ജോബ് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യാം. ഇപ്പൊ ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു പെറ്റീഷൻ ചെയ്തു എന്ന് കരുതിയിട്ട് എല്ലാം അപ്പം തന്നെ മാറി കിട്ടും, അല്ലെങ്കിൽ ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ അതിനുള്ള റിസൾട്ട് കിട്ടും എന്നൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിനെ രേഖപ്പെടുത്താനുള്ള ഒരു സ്ഥലം എന്ന് കരുതിയാൽ മതി. അതാണല്ലോ ജനാധിപത്യം അല്ലേ? എല്ലാ വ്യക്തികൾക്കും അഭിപ്രായം പറയാൻ, തുല്യമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു സംഭവം ഉള്ള സ്ഥലമാണ് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇവിടെ രാജഭരണമൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. എനിക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ, ഞാനൊക്കെ ഇവിടെ വന്നിട്ട് വെറും 2 വർഷമായിട്ടുള്ളൂ. ഈ 2 വർഷമുള്ള ആൾക്ക് വേറെ രാജ്യത്തു നിന്ന് വന്ന ആൾക്ക് പോലും നമുക്ക് ഈ രാജ്യത്തിന്റെ MP-നെയും MLA-നെയും എല്ലാവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള, ഈവൻ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും നമുക്ക് ഇവിടുത്തെ മലയാളി കേട്ടോ, ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു രാജ്യത്ത് വാർഡ് മെമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ നമുക്കിവിടെ ഡെമോക്രസി കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു പെറ്റീഷനിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനതിന്റെ ലിങ്ക് തരാം കമന്റായിട്ട്. നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്, ഇത് എന്നെയും കൂടി ബാധിപ്പിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അത് പെറ്റീഷൻ സൈൻ ചെയ്യാം. ഇമെയിൽ ഐഡിയും പേരും മാത്രം അതിൽ കൊടുത്താൽ മതി. അതിലോട്ട് വെരിഫിക്കേഷൻ ലിങ്ക് വന്നതിന് ശേഷം മാത്രമേ അല്ലാതെ ആരുടെയെങ്കിലും മെയിൽ ID വെച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേരും ഡീറ്റെയിലും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനുള്ള 1-2 ടിക്ക് ബോക്സുകളുണ്ട്, കൺസെന്റ് ബോക്സുകൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെറ്റീഷൻ കൗണ്ടായിട്ട് കൊടുക്കും. ഇപ്പോൾ ഇന്നലെയാണോ മിനിഞ്ഞാന്നോ എങ്ങാണ്ടാണ് പാർലമെന്റിന്റെ സൈഡിൽ നിന്ന്, മീൻസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് മൂപ്പർക്ക് ഈ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറയായിരുന്നു, സിബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഇതൊക്കെ ജനങ്ങളെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, എൻ്റെ ചാനൽ വഴി നിർത്താനായിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ രാജ്യത്തെ ഒരു പഞ്ചായത്തിന്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ഗവൺമെന്റിനെ അറിയിക്കാനായിട്ട് ഇങ്ങനെയുള്ള മാർഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.